റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു. സെപ്റ്റംബർ 12, 13 തീയതികളിലാണ് സന്ദർശനം. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് പുടിൻ ഇന്ത്യയിലെത്തുന്നത്. വിവരങ്ങളുമായി വിനീത വേജി വീണ്ടും ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. വിനീത, ഗുഡ് ഈവനിംഗ് അഗെയിൻ. അപ്പോൾ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പുടിൻ വരുന്നതെങ്കിലും ഏറെ നിർണായകമാണ് കൂടിക്കാഴ്ച. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാനുണ്ട്. ഈ പറയുന്ന ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്ക് അത് ഇത്തരത്തിലുള്ള ആഗോള ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് ചെയ്യാൻ എന്തൊക്കെയുണ്ട് എന്ന കൂടിയാലോചനകളൊക്കെ ആ ഒരു ഉച്ചകോടിയിൽ ഉണ്ടാവുമോ? ക്രിസ്tina, ഒരു വർഷത്തിനിടെ ഇത് പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമാണ്. നേരത്തെ 2025-ൽ 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇന്ത്യയും റഷ്യയും തമ്മിൽ നിർണായകമായിട്ടുള്ള നിരവധി ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തമാക്കുന്ന തരത്തിലുള്ള കരാറുകളിലൊക്കെ തന്നെ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇത് രണ്ടാമതാണ്, ഒരു വർഷത്തിനിടയിൽ രണ്ടാമത്തെ സന്ദർശനമാണ് റഷ്യൻ പ്രസിഡന്റ് നടത്തുന്നത്. അദ്ദേഹം എത്തുന്നതിന് മുൻപായി തന്നെ റഷ്യൻ വിദേശകാര്യ മന്ത്രി ഇന്ത്യയിൽ എത്തുകയും അന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒക്കെ പങ്കെടുക്കുന്ന ഒരു യോഗത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്ത മടങ്ങുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വീണ്ടും ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. അദ്ദേഹം സെപ്റ്റംബർ 12, 13 സന്ദർശിക്കുക. ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തുന്നത്. നിലവിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ നിരവധി ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തമാക്കുന്ന തരത്തിലുള്ള നിരവധി കരാറുകളിലേക്ക് അടക്കം ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ബന്ധം കൂടുതൽ ശക്തം കൊണ്ടുപോകുന്നതിനുള്ള നിർണായകമായിട്ടുള്ള നീക്കം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.